ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നാട്ടിലേക്ക് പൈസ അയക്കുന്നതെന്നാണ്. അപ്പോൾ അത് രണ്ട് രീതിയിൽ നമുക്ക് അയക്കാം. ഒന്ന് ഓഫ്ലൈൻ മാർഗ്ഗത്തിലും അയക്കാം, ഓൺലൈൻ മാർഗ്ഗത്തിലും അയക്കാം. സോ അതിലേതാണ് ബെറ്റർ, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, എത്ര രൂപയാകും, എന്തെങ്കിലും ഡോക്യുമെൻ്റ് നമുക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ ആണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും മണി എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ ചിലപ്പോൾ ഒരു 100 മീറ്ററോ 200 മീറ്ററോ നടന്നാൽ തന്നെ നമുക്ക് മണി എക്സ്ചേഞ്ച് കിട്ടും. സോ എല്ലാവരും ആശ്രയിക്കുന്നതും ഡയറക്റ്റായിട്ട് ചെന്നിട്ട് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ എനിക്കറിയാവുന്ന ഏകദേശം ഒരു 6 കമ്പനിയുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഡയറക്റ്റ് ചെന്നിട്ട് നമുക്ക് നമ്മുടെ പൈസ ഇപ്പോൾ ഏതാണ്, കുവൈറ്റ് ദിനാറാണെങ്കിൽ കുവൈറ്റ് ദിനാർ കൊടുത്തിട്ട് നമുക്ക് ഇന്ത്യയിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പല ഏജൻസികൾക്കും പല കമ്മീഷൻ ഫീസ് ആയിരിക്കും, പല റേറ്റ്സ് ആയിരിക്കും. സോ നമുക്ക് നല്ല റേറ്റ് ഉള്ളിടത്ത് നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വെറുതെ നമ്മൾ ഹാർഡ് ഏൺ ചെയ്ത മണി മൊത്തം നമ്മളൊരു ഏതെങ്കിലും ഒരു പൊട്ട എക്സ്ചേഞ്ചിൽ ചെന്നിട്ട് നമുക്കറിയാത്ത ആ വന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് ചിലപ്പോൾ അറിയില്ല, ചിലപ്പോൾ അവർ നമുക്ക് ലെസ്സായിട്ടുള്ള ഒരു കൺവേർഷൻ ചാർജസ് ഒക്കെ നമുക്ക് തരുമായിരിക്കും. സോ അങ്ങനെ നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നഷ്ടമാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനും കൂടി ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പരിചയപ്പെടുത്തി തരാം. സോ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇനി അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ആ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നതെന്നുള്ളൂ. ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഇതാണ് കുറച്ചും കൂടി ബെറ്റർ റേറ്റ്സും പിന്നെ എനിക്ക് സുഖമായിട്ട് ഓൺലൈനിൽ ചെയ്യാവുന്നതുമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എന്തായാലും നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസിനെ പറ്റി പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ മെയിനായിട്ട് നമുക്ക് എപ്പോഴും കാണാൻ പറ്റിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുലു എക്സ്ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും, പരിചയമായിട്ടുള്ള പേര് തന്നെയാണ്. പിന്നെ അൽമുലാക്സ് എക്സ്ചേഞ്ച് ഉണ്ട്, പിന്നെ വെസ്റ്റേൺ യൂണിയൻ ഉണ്ട്, പിന്നെ ഒരുപാട് ARY എക്സ്ചേഞ്ച്, സിറ്റി എക്സ്ചേഞ്ച്, ബഹ്റിൻ എക്സ്ചേഞ്ച്, കുവൈറ്റ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ എക്സ്ചേഞ്ചസ് കാണാൻ പറ്റും. സോ അതിൽ മെയിനായിട്ട് നമ്മൾ ഓഫ്ലൈനിൽ ചെന്ന് എന്താണ് പലവരും എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റായിട്ട് ഒരാളെ കണ്ട് സംസാരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് അവരോട് ബാർഗെയിൻ ചെയ്യാൻ മീൻസ് അങ്ങനെയല്ല, പൈസ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ ഒരു 50 പൈസയോ 25 പൈസയോ നമുക്ക് കൂട്ടിത്തരും. ഓൺലൈനിൽ കാണിക്കുമ്പോൾ അതൊരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും, നമുക്കവിടെ ഒന്നും മാറ്റങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് കുവൈറ്റ് ദിനാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 274 രൂപയാണ് ഓൺലൈനിൽ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ 274 തന്നെ കിട്ടണമെന്നില്ല എക്സ്ചേഞ്ചിൽ. കാരണം അവർ നമ്മളിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ കുറച്ച് എടുത്തിട്ടല്ലേ അവർ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഗൂഗിളിലെ പൈസ തന്നെ നമുക്കൊരിക്കലും കിട്ടണമെന്നില്ല കേട്ടോ. ചില ടൈമിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഗൂഗിളിൻ്റെ സെയിം റേറ്റ് ഒക്കെ കിട്ടിയിരുന്നും വരും. സോ ഇതൊക്കെ ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്ചേഞ്ചസ് ആണ്. പിന്നെ അവർ വാങ്ങുന്ന കമ്മീഷനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ലുലു എക്സ്ചേഞ്ച് വാങ്ങുന്നത് 1 KD 25 പൈസയാണ്. അപ്പോൾ നമ്മളുടെ നാട്ടിലെ ഏകദേശം ഒരു 350 രൂപയോളം ലുലു എക്സ്ചേഞ്ച് ഏത് രൂപ സെൻഡ് ചെയ്താലും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര രൂപ സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അവർ 1.25 KD നമ്മളുടെ കയ്യിൽ നിന്ന് പിടിക്കും. അതുപോലെ തന്നെ പല എക്സ്ചേഞ്ചിനും പല കമ്മീഷൻ റേറ്റ്സ് ആണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ കമ്മീഷൻ റേറ്റ് വരുന്നത് 500 ഫിൽസാണ്. അത് സിറ്റി എക്സ്ചേഞ്ച് എന്നുകൊണ്ടൊരു എക്സ്ചേഞ്ച് ഉണ്ട്, അവർ 500 ഫിൽസേ നമ്മളെടുത്ത് പിടിക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല എക്സ്ചേഞ്ച് റേറ്റും അവർ തരുന്നുണ്ട്. പക്ഷേ ഓൺലൈനിൽ അവരെ ഞാൻ നോക്കിയപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഞാൻ കണ്ടില്ല. സോ ഞാനത് ഉപയോഗിക്കാറില്ല. ഓഫ്ലൈനിൽ ഞങ്ങാനും പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സിറ്റി എക്സ്ചേഞ്ചിലാണ് കൊടുക്കാറ്. പിന്നെ ഞാൻ പൊതുവേ ഓൺലൈൻ ഉപയോഗിച്ചിട്ടുള്ളത് ലുലു എക്സ്ചേഞ്ചിലാണ്. ഇനി ഓൺലൈൻ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി നമുക്കിപ്പോൾ സാലറി കിട്ടുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കുമല്ലോ. സോ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് സാലറി കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ എക്സ്ചേഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ NRI അക്കൗണ്ടിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ചിലപ്പോൾ ഒരു ഡേ എടുക്കാറുണ്ട്, ചിലപ്പോൾ 30 മിനിറ്റ്സ് കൊണ്ടോ 1 hour കൊണ്ടൊക്കെ നമുക്ക് ക്രെഡിറ്റഡ് ആവും നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിലേക്ക്. സോ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടായിരിക്കും ചിലപ്പോൾ
ഇരിക്കുന്നത്. ചിലപ്പോൾ രാത്രി ആയിരിക്കും, ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരായിരിക്കും, ഉറക്കം കഴിഞ്ഞ് എണീറ്റ് പോകണം. ചിലപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചിലപ്പോൾ തുറന്നിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും, ഈസി പി സി എന്ന് പറയൂലേ, നമുക്ക് ഫോണിൽ തന്നെ എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ടാണ് ഓൺലൈൻ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ പ്രിഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചാർജസ് ഒക്കെ കൂടുതലായിരിക്കും, കുറച്ച് നമുക്ക് റേറ്റ്സും കാര്യങ്ങളും കുറവായിരിക്കും. അതിൽ തന്നെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ARY എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ARY എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു എക്സ്ചേഞ്ചാണ് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത്. സോ അതിൽ 900 ഫിൽസാണ് 900 ഫിൽസാണ് അവർ കമ്മീഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 250 രൂപയോളമൊക്കെ വരും. അപ്പോൾ നമ്മൾ എത്ര രൂപ അയച്ചു കഴിഞ്ഞാലും നമുക്ക് 250 രൂപ, അതായത് ഈ പറഞ്ഞ പോലെ 900 ഫിൽസാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല എക്സ്ചേഞ്ച് റേറ്റാണ് അവർ തരുന്നത്. എക്സ്ചേഞ്ച് റേറ്റൊക്കെ ഓൺലൈനിൽ ഏകദേശം എല്ലാ നമ്മളെല്ലാ ഓൺലൈനിലെയും മീൻസ് മണി എക്സ്ചേഞ്ചിൻ്റെയും കമ്പനി വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഏകദേശം സെയിം റേറ്റുകളൊക്കെ തന്നെയാണ് നമുക്ക് തരുന്നത്. AR എക്സ്ചേഞ്ചാണ് കുറച്ചും കൂടി തരും. ഇനി ഓഫ്ലൈനിലാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 50 പൈസ 25 പൈസയൊക്കെ ചിലപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടാറുമുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇനി ഇതിന് എന്താണ് വേണ്ടത്, ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഇവിടുത്തെ സിവിൽ ID ആണ്. നിങ്ങളിപ്പോൾ സെൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് സാലറി സെൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സിവിൽ ID ഒക്കെ കിട്ടുമ്പോൾ ഒരു 2-3 മാസം ചിലപ്പോൾ പിടിക്കും. 2 മാസം 3 മാസമൊക്കെ പിടിക്കും സിവിൽ ID കിട്ടാൻ വേണ്ടിയിട്ട്. സോ ആ ടൈമിൽ നമ്മൾ എങ്ങനെയാണ് പൈസ സെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്പോർട്ടിൻ്റെ കോപ്പി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഓഫ്ലൈനാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സിവിൽ ID കിട്ടിയതിന് ശേഷം നമുക്ക് ഓൺലൈനിലൂടെ സെൻഡ് ചെയ്യാം. സോ പാസ്പോർട്ട് മാത്രം മതി നമുക്ക് ഒരു ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് നമുക്ക് ഇന്ത്യയിലേക്കോ മറ്റുള്ള രാജ്യങ്ങളിലേക്കോ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെൻഡ് ചെയ്യണക്കാട്ടും മുന്നേ ഈ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻസും പല എക്സ്ചേഞ്ചസും ഉണ്ട്. എക്സ്ചേഞ്ചിലൊക്കെ കയറി നമ്മൾ കമ്മീഷൻ റേറ്റ് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ എത്ര രൂപയാണ് അവരുടെ ചാർജ്, പിന്നെ അവരെത്ര രൂപ നമുക്ക് തരും എന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ വെറുതെ എടുത്ത പൈസക്ക് 1-2 രൂപയുടെയൊക്കെ വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ, ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു 400 KD ആണ് നിങ്ങൾ അയക്കുന്നുണ്ടെങ്കിൽ 1 രൂപയുടെ വ്യത്യാസം ഉണ്ടോ എന്ന് വിചാരിക്കുക. സോ നിങ്ങൾക്ക് 400 രൂപയാണ് നഷ്ടപ്പെടുന്നത്. ഓക്കെ, സോ അതൊരു 400-300 അയക്കുന്നതാണ്. ഞാൻ പറയുന്ന ഒരു 1500-1000 KD കിട്ടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 രൂപയുടെ വ്യത്യാസം എന്നൊക്കെ പറയുമ്പോൾ 1000 രൂപയുടെയൊക്കെ വ്യത്യാസം നമുക്ക് വരും. സോ റേറ്റ്സ് അറിഞ്ഞ് അയച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഈ 2 മണി എക്സ്ചേഞ്ച് നമുക്ക് നാട്ടിലേക്ക് സെൻഡ് ചെയ്യുന്നത്, ഒഫീഷ്യലി ആയിട്ട് സെൻഡ് ചെയ്യുന്നത് ഈ വഴിയാണ്. ഇനി വേറൊരു വഴിയും കൂടി ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഉണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം. അത് ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ കുറേ പേര് നിങ്ങളോട് അപ്രോച്ച് ചെയ്യും, ഞാനിങ്ങനെ അയച്ചു തരാം, ഓക്കെ നിങ്ങൾക്ക് 4 രൂപ ഞാൻ എക്സ്ട്രാ തരാം. സോ ഫോർ എക്സാമ്പിൾ 274 രൂപ ഇന്ന് കുവൈറ്റ് ദിനാറിന് വിലയുണ്ടെന്നുണ്ടെങ്കിൽ 278 രൂപ തരാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അപ്രോച്ച് ചെയ്യും. സോ അതിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. സോ ഒരിക്കലും ഉണ്ടിയിലൊന്നും ആദ്യം കയറി ആരും ചാടിക്കയറി തല വെക്കരുത്. ഒഫീഷ്യലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാം. ഈ ഓഫ്ലൈനിൽ കൂടെ ഉള്ള അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ട് സംസാരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ചിലപ്പോൾ ബാർഗെയിനിങ്ങിനുള്ള അലൗഡ് ഉണ്ട്. ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് ബാർഗെയിനിങ് പറ്റില്ല. എന്താണോ ഒരു റേറ്റ് വരുന്നത് അത് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഓൺലൈൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ട്രാൻസാക്ഷൻ കാണിക്കാനുണ്ടാവും. ഇപ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ, ഇപ്പോൾ നിങ്ങളുടെ കുവൈറ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങളുടെ NRI അക്കൗണ്ടിലേക്ക് പോകുമ്പോഴുള്ള ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾക്ക് ഭാവിയിൽ ലോൺ എടുക്കാനോ അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും അത് ഉപകാരപ്പെടും. സോ അതൊരെപ്പോഴും ഒരു ട്രാൻസാക്ഷൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഓൺലൈനിൽ നമുക്ക് ഭാവിയിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറൊക്കെ ഇമ്പ്രൂവ്ഡ് ആവാനുള്ള കാരണങ്ങളും ഉണ്ടാവും. ഇനി ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കുറേ സ്കാം കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ ഇന്ന പൈസ തരാം, വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയും. നിങ്ങളതൊന്നും ചെയ്യാതിരിക്കാം. ഒഫീഷ്യൽ വേയിലൂടെ മണി എക്സ്ചേഞ്ച് വഴി അയക്കാൻ ശ്രമിക്കുക. ഒരു കേടിയോ 2 കേടി നമ്മുടെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. ഒഫീഷ്യലി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ബാക്കിയുള്ള മറ്റേ ഇല്ലീഗൽ വേസിനെ പറ്റിയിട്ട്, ഇല്ലീഗൽ വേസ് അല്ല, അത് ചിലപ്പോൾ നിങ്ങൾ കൂട്ടുകാരന്മാർ സെൻഡ് ചെയ്യുന്ന നോർമലി അതിനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. സോ അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി പറയാം. അതിൽ ദോഷങ്ങളും കാര്യങ്ങളുണ്ട്, ഗുണങ്ങളെക്കാൾ കൂടുതൽ ദോഷങ്ങളാണ്. സോ പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാരത് ചൂസ് ചെയ്യുന്നതും നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.